ഹായ് ഹലോ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം വീട്ടിലാണ്. അപ്പോൾ നമ്മൾ ചേട്ടായിക്കൊന്ന് ഓക്കെ ആകുന്നവരെ എന്തായാലും ഇവിടെ ഉണ്ടാവും. ഞാനും അമ്മ ആരെങ്കിലും ഒരാളുണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പം അമ്മച്ചി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അമ്മേനെ ഇവിടെ ബസ് കയറ്റി വിടാനായിട്ട് ഞാൻ പോവാണ് കേട്ടോ. പതുക്കെ നടന്നു. പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോവാനാ? കഴിക്കാം. മുഖത്ത് പൗഡർ ഉണ്ട്. പയ്യെ പോയാൽ മതി, തിടുക്കം പിടിക്കണ്ട. അതൊന്ന് 40 കഴിയും വരെ. അതെ. എന്തായി അമ്മച്ചി പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അമ്മച്ചി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. ഞാനും കൂടെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാനും കൂടെ കൂടെ പോകേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ ലിജുമോളെ ഇറക്കാനും ഒന്നും അമ്മയ്ക്കൊന്നും അച്ഛനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് അമ്മച്ചി പോയിട്ട് വരും. വന്നു കഴിയുമ്പോൾ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അമ്മയ്ക്ക് അവിടെ ചെന്നിട്ട് എവിടെയാണ് അമ്മ ഹോസ്പിറ്റലിൽ പോകുന്നത്? എറണാകുളം ലൂർദിൽ തന്നെ പോകുന്നത്. അമ്മ ഡേറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച പോകാനിരുന്നതാണ്. അപ്പോൾ പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ചെന്നിട്ട് പോകാനായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്രയും വേഗം കാര്യങ്ങളൊക്കെ ശരിയാക്കണം. പിന്നെ നല്ല വെയിലായി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഈ കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡാമേജ് ആവും. ഇന്നലെ കണ്ടോ, ഇവിടെ നഖമൊന്നും വളർത്താൻ പറ്റില്ല കേട്ടോ. വേറൊന്നുമില്ല, ഞങ്ങൾ കുളത്തിലിറങ്ങുമ്പോൾ നഖത്തിൽ കൂടെയൊക്കെ ചെളി കയറിയിരിക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും നമുക്ക് തീരെ വൃത്തിയില്ലെന്ന്. ഞാനതുകൊണ്ട് ഇന്നലെ മുതൽ നഖം വെട്ടാൻ വേണ്ടിയിട്ടിരിക്കുക, മറന്നു കേട്ടോ. ഇന്ന് ചെന്നിട്ട് വെട്ടണം. അപ്പോൾ എലിക്കുട്ടിയമ്മ നേരെ ഇപ്പം പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കി ചെന്നിട്ട് അമ്മയുടെ PFൻ്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി പിന്നെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാണ്ട് BP-യുടെ ഒക്കെ, അതും മേടിച്ച് പയ്യെ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പയ്യെ പോയാൽ മതി. അപ്പേന അതാണ് കേട്ടോ കാര്യം. അമ്മേനെ ശരിക്കും മിസ് ചെയ്യും. ഞാൻ പോയില്ല ശരിയാവില്ല. അതെ, എൻ്റെ അടുത്തുനിന്ന് പോകണം. അതെ, നന്നായിട്ട് മിസ് ചെയ്യും. ഓക്കെ ആയിട്ടിരിക്കുക. വീട്ടിൽ ചെന്നിട്ട് പിന്നെ എന്നാ പറയുക, വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം. വീട്ടിൽ ചെന്ന് അമ്മച്ചി തന്നെ ഉള്ളതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഉണ്ടാക്കില്ലെന്നല്ല, ഒരു ദിവസം ഒരു നേരമൊക്കെ ചിലപ്പോൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. മരുന്നൊക്കെ കഴിക്കണ്ട, നന്നായിട്ട് ഫുഡ് കഴിക്കണം. എന്നിട്ട് പരിപാടിയൊക്കെ തീർത്തിട്ട് വേഗം വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം തിരിച്ച്. ചേട്ടാ ഇച്ചിരി ഓക്കെ ആയി. പിന്നെ ലിജുമോക്ക് ഇന്നലെ പാരൽ ബാറൊക്കെ കെട്ടിക്കൊടുത്തു. അപ്പോൾ അതൊക്കെ നടക്കണം. ഫിസിയോതെറാപ്പി ചെയ്യണം. അതെ, നടത്തി ഇത്രയും വേഗം എഴുന്നേറ്റ് നടക്കണം. അതാണ് പ്ലാന്. എക്സ്ചേഞ്ച് വന്നാട്ടോ നിൽക്കുന്നേ. അതിന് മുമ്പ് ഞങ്ങളിത് വെയിറ്റിംഗ് ഷീറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം 41 കഴിഞ്ഞിട്ടുണ്ട്. 40 കഴിഞ്ഞിട്ട് വണ്ടി വരും കേട്ടോ. അപ്പം അതുകൊണ്ട് അമ്മ അപ്പുറം ഇറങ്ങി നിൽക്കുകയാണേ. അയ്യോ, അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ പറ. അമ്മ 2 ദിവസമായിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ പിന്നെ ഇന്നലെ ഒന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇല്ല, കുഴപ്പമില്ല, നിൽക്കാം, പോയിട്ട് പോവാം. അപ്പം അമ്മയ്ക്കുള്ള ബസ് ഇതേ വരുന്നത്. ആ ബസ്സല്ലേ, ഓട്ടോ. ബസ് വരുന്നുണ്ട്. വന്ന് കൈ നീട്ടിക്കോ. കൊട്ടാരക്കര ഇറങ്ങണം കേട്ടോ. നീ കൊട്ടാരക്കര വരെ ഉള്ളത്.
അമ്മ ഇത് അടച്ചോ. അങ്ങനെ അമ്മേനെ വണ്ടി കയറ്റി വിട്ടു. വീട്ടിലേക്ക് പോട്ടെ. നല്ല മഴയുടെ കുറവുണ്ട്, ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിൽ കഴിഞ്ഞപ്പോൾ വിചാരിച്ച് വെയിലായിരിക്കും. പക്ഷേ ആകാശമൊക്കെ നന്നായിട്ട് ഇരുണ്ട് മൂടി കിടക്കും. അപ്പോൾ മഴക്കുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് വേഗം പോട്ടെ കേട്ടോ. അപ്പോഴേ ഞാൻ ശ്രീകുട്ടനും കൂടെ ഇതേ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അത് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ മീനല്ലേ. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയില്ല. നമ്മളിങ്ങനെ ഇപ്പോൾ കടൽ മീനും അങ്ങനെ മേടിക്കുന്നില്ല. മീനിന് ഭയങ്കര ഒരു എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. മേടിച്ചിട്ട് ചൂരയൊന്നും മേടിച്ചിട്ട് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. അപ്പോൾ ഇറങ്ങി പിടിക്കാനൊന്നും പറ്റിയില്ല, രാവിലെ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രീകുട്ടനും കൂടെ ചിക്കൻ വാങ്ങാനായിട്ട് പോവാണ് കേട്ടോ. ശ്രീകുട്ടൻ സൈക്കിളിൽ അങ്ങ് പോയി, ഞാൻ നടന്ന് ഫ്രണ്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ഇടവഴി കൂടെയൊക്കെ ഇറങ്ങി വേണം ചിക്കൻ മേടിക്കാൻ പോകാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറേ നമ്മൾ ചിക്കനൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ ചേട്ടായോട് ചിക്കനൊക്കെ കഴിക്കണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെസ്റ്റ് പീസൊക്കെ കഴിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് അത് മേടിക്കാനായിട്ട് ഞങ്ങൾ പോവാണേ. ശ്രീകുട്ടൻ്റെ എവിടെ ഞാൻ കാണാത്ത എവിടെ എന്നെ കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി കാണാം. ഫ്രണ്ടിൽ പോകണം കേട്ടോ. ശ്രീകുട്ടൻ ആദ്യം ഒന്ന് സൈക്കിള് വെച്ചിട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തെന്നി വീണു. അതിന് ശ്രീകുട്ടനോട് അമ്മാമ്മ വഴക്കൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. ചെരുപ്പ് അത് തന്നെ. അപ്പം അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ട കൈക്കൂടൊക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ അപ്പുറ കയ്യിൽ. പുതിയ ജേഴ്സിയൊക്കെ വാങ്ങി ശ്രീകുട്ടൻ ഇവരുടെ ക്ലബിലെ പുതിയ ജേഴ്സിയൊക്കെ കേട്ടോ. എവിടെയാടാ? ഇതിൽ പോവാ, അതിലേ പോകാവോ? അങ്ങനെ ഏതോ ഞാൻ കാണാത്ത ഏതൊക്കെയോ സ്ഥലത്തോടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്തേ അടിപൊളിയാക്കി റോഡൊക്കെ പണിത് സൂപ്പറാക്കിയിട്ടില്ല കേട്ടോ. ഇഷ്ടംപോലെ കരിമീനുള്ള കുളം അത്. ഇതിലൊക്കെ ഇഷ്ടംപോലെ കരിമീനുണ്ട് കേട്ടോ. ലിജിമോളൊക്കെ എടുത്തിട്ടാട്ടോ വന്നേ. അപ്പോൾ അവളെ ചെന്നിട്ട് വേണം ഇറക്കി ഇരുത്താനായിട്ട്. അങ്ങനെ കിടപ്പൊന്നുമില്ല പുള്ളിക്കാരി. കുറച്ച് നേരം ഒരു 5 മിനിറ്റൊക്കെ കിടന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് ഇറങ്ങിയിരിക്കണമെന്ന് പറയും കേട്ടോ. അതുകൊണ്ട് വേഗം പോയിട്ട് തിരിച്ചു വന്നു. അപ്പം അമ്മച്ചിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി കിട്ടി. 10 മണിക്കായിരുന്നു കേട്ടോ അടിമാലി വണ്ടി. അപ്പം അമ്മച്ചി പോയതിന് ഭയങ്കര ഒരു വിഷമം. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഒന്നാമത് വയ്യാത്തതും കൂടെ ആയതുകൊണ്ട് ഒരു സങ്കടം. അപ്പം ഞാൻ പറഞ്ഞു അവിടെയൊക്കെ പോയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇങ്ങ് വന്നേന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് ഇതിങ്ങോട്ട് ചെല്ലും കേട്ടോ. അടുത്ത് തന്നെയാണ്, ഓട്ടോ വിളിച്ച് പോയാൽ മതി ഞാൻ പറഞ്ഞു. യൂബർ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ രാജക്കാട് വീട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞില്ലേ, PF കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ട. അപ്പോൾ PF കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെല്ലും. ശ്രീകുട്ടനോടെ പോയി അയ്യോ അതേ വഴി ഇതേ നിൽക്കാം. ഞാൻ പേടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞാനിനി ഏത് വഴി പോകുമെന്ന് ഓർത്ത്. അതിലിറങ്ങുമായിരുന്നെങ്കിൽ ഇച്ചിരി കുറച്ച് നടന്നാൽ പോരായിരുന്നു അവിടെ. അപ്പം എന്നെ എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ പോകുന്നത്. എന്താ നമുക്ക് നോക്കാം. കല്ല് അയ്യോ നമ്മുടെ വിഷ്ണുമ്പലാണ് കേട്ടോ. ഞാനെന്ന് വിചാരിക്കും അമ്പലത്തിലൊക്കെ ഇത് വരണമെന്ന്. ഇപ്പോഴത്തെ ഉത്സവമൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് ലാസ്റ്റ് ഉത്സവം 2023 കൂടുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. നമ്മുടെ രശ്മി ചേച്ചിയുടെയൊക്കെ കല്യാണത്തിന് നടന്ന ഓഡിറ്റോറിയമൊക്കെ ഇവിടെ. പിന്നെ അതെ വലിയൊരു കുളം കിടക്കുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇഷ്ടംപോലെ മീനുണ്ടാവും. എന്താ സൂപ്പർ നല്ലൊരു വഴി. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പ് മാറി ലിജിമോളുടെ ചെരുപ്പിട്ടുകൊണ്ടാണ് കേട്ടോ വന്നേ. അതുകൊണ്ട് എൻ്റെ ചെരുപ്പിൻ്റെ സൗണ്ട് അധികം നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കട സൗണ്ടായിരിക്കും. ഇത് നല്ല വഴിയാണല്ലേ, നല്ല രസമുണ്ട്. തെങ്ങ് അപ്പുറം ഇപ്പുറയും തെങ്ങ്, വെള്ളം. ശരിക്കും ഓരോ സ്ഥലത്തിന് അതിൻ്റേതായൊരു ഭംഗി ഇതെപ്പോഴും ഉണ്ടാവും കേട്ടോ. പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് ശരിക്കും അത് ആസ്വദിക്കാൻ പറയുന്നത് ശരിയാണ്. നമ്മുടെ അവിടെ ആകുമ്പോൾ ഏലക്കാടും മലകളും ഒക്കെ കാണുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
പക്ഷെ നമ്മൾ കണ്ട് ശീലിച്ചതുകൊണ്ട് നമുക്കത്ര അത് താല്പര്യമില്ല അതിനോട്. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പ്രത്യേക താല്പര്യം നമുക്ക്. സെയിം അതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടെ ഉള്ളവർക്കും. കടയിൽ പോകണമാണ് കേട്ടോ, കുറച്ചധികം നടക്കാനുണ്ട്. അവൻ കുറേ തന്നെ നടത്തി. അവൻ സൈക്കിളിലാണ്ട് അവന് പ്രശ്നമില്ല. അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഈശോയെ, ഞാൻ എന്ത് മണ്ടിയെന്ന് ഓർക്കും. ഇത്രയും മഴയുള്ള സമയത്ത് കുട എടുക്കാതെ ഇറങ്ങിയല്ലോ എന്ന് ഓർത്ത്. രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പം മഴ പെയ്യുന്നു കേട്ടോ. എവിടെയെങ്കിലൊക്കെ കയറി നിൽക്കേണ്ടവർ മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ലിജിമോൾ എന്നെ ഓടിക്കും. അതിന് കുഴപ്പമില്ല, വേഗം നടക്കട്ടെ കേട്ടോ. ഇവിടെ നിന്നൊരു വഴിയുണ്ട്. ഇവിടുന്ന് കയറാം. വേഗം പോടാ. മഴ ശ്രീകുട്ടാ, മഴയടാ. ഈ കടയിൽ പോയി നിൽക്കണ്ടായിരുന്നു. പിന്നെ വലിയ മഴ വരുന്നു കേട്ടോ. ഓടട്ടെ. അവ സ്പീഡിൽ പോയി കേട്ടോ. എടാ ശ്രീകുട്ടാ. അങ്ങനെ നമ്മൾ കടയിലെത്തിയില്ലേ, ഓടി. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും നനഞ്ഞ്. അയ്യോ, അവിടെ നിന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു കണ്ടോ. നനഞ്ഞ് ഇവിടെ വന്നപ്പോൾ ചിക്കനുണ്ട്. അപ്പോൾ ചിക്കൻ മേടിക്കാം കേട്ടോ. ഇവിടെ ഇരിക്കുക കടയിലെ. സൈക്കിളിന് സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് ചാരി വെക്കാനാണ്. സൈക്കിളിന് സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കേണ്ട വരും കേട്ടോ. അയ്യോ, ചിക്കനും മേടിച്ച് ഓടി. ഒയ്യോ, ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. അവിടെ നിന്ന് 2 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തിയത്. ഞങ്ങളത് ഈ കടയിൽ കൊണ്ടിരുത്താൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു മഴ പെയ്തത്. അപ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് ഇവിടെ ഇരിക്കാം. നീ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ വഴിയായിരുന്നു. ഈ വഴിയാ? എന്നായിരുന്നു. ഇതവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ പുതിയ, അത് തന്നെ പുതിയ കാണാത്ത സ്ഥലമൊക്കെ കണ്ടു. വേറൊരു വഴി ഉണ്ടായിരുന്നു. ഊന് വേണ്ടായേ. ഇതിലുള്ള ചെറിയ വഴി പോയത് കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഓടേണ്ട വരും. എനിക്ക് വയ്യ ഓടാൻ. കാരണം തെന്നിത്തെറിച്ച് കിടക്കുക, എപ്പോൾ വേണേലും വീഴാം. എൻ്റെ ചെറിയ വഴിയാ. ഒരു കലം, വലിയൊരു കലം കൊണ്ടാകും. ഞാൻ ഇതിൽ വന്നിട്ടുണ്ടതാ. മായ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി വന്നത്. ആയല്ല, 5 അങ്ങനെ ആ ചേച്ചിയില്ല, ആരുടെ വീട്ടിൽ വന്നു. അങ്ങനെ നമ്മൾ ചിക്കൻ വാങ്ങി കേട്ടോ. ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്? ഇപ്പം മഴയൊന്നുമില്ല, അതുകൊണ്ട് പയ്യെ നടക്കുക കേട്ടോ. ഇനി എങ്ങോട്ടാടാ? ഇത് ഈ വഴിയല്ലേ? ഏത് വഴിയാ? 190. ഈ സവാള വാങ്ങിയില്ല. അയ്യോ, മറന്നുപോയതാ കേട്ടോ. അമ്മ സവാള അങ്ങോട്ട് വാങ്ങാൻ പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. ഇപ്പം നമ്മളൊരു ഇട വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് കവുങ്ങ് കാണുമ്പോൾ എനിക്ക് തമിഴ്നാട് ഓർമ്മ വരുവേ. നോക്കിപ്പോ. ഇന്നാൾ വന്നപ്പോഴേ ഈ കാണുന്ന ഇതില്ലേ, അത് കുളമായിരുന്നു. അത് നികത്തി. അയ്യോ, വീട് വയ്ക്കാനോ ഇത് കൃഷിക്കൊക്കെ ആയിരിക്കും. ഓ എൻ്റെ പൊന്നെ, വെള്ളമാണ് കേട്ടോ. ഇത് മാറിപ്പോകാനൊരു വഴിയില്ല. വെള്ളത്തിൽ കൂടെ ചവിട്ടി തന്നെ കൊണ്ടുവരും. ശേ, പിന്നെ ഉപ്പ് വെള്ളം ആയതുകൊണ്ടേ അതങ്ങനെ പേടിക്കുകയാണ് വേണ്ട. അത് കയറി ഇറങ്ങി പോകുന്ന വെള്ളം. അപ്പോൾ ഇങ്ങനെ നടക്കാൻ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. ശരിക്കും വെയിലൊന്നുമില്ല, നല്ല കാറ്റടിക്കുന്നുണ്ട്. പിന്നെ മഴ എപ്പോൾ വേണേലും പെയ്യാം, പക്ഷെ അതൊരു പ്രശ്നമല്ല. ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു രസമല്ലേ. അതുകൊണ്ട് ഞാനെപ്പോഴും എനിക്ക് ഇവിടെ വന്നാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്നും പോകാറുണ്ട്. രാവിലെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് കാണിക്കാത്തത് എന്നും ഞാൻ വീഡിയോ ഇടാറുണ്ട് വരുമ്പോൾ നടക്കാൻ പോകുന്നതൊക്കെ ആയിട്ട്. അത് എന്ന് വിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. ബുദ്ധിമുട്ട് കണ്ട് നമുക്ക് പിന്നെ കാണാൻ തോന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ ഇടാഞ്ഞത്. ഇപ്പോൾ ശ്രീകുട്ടൻ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കടയിലാണ് നമ്മൾ പോയത് കേട്ടോ. ഇറച്ചിക്കോഴി വിൽക്കപ്പെടും. എത്ര ആളാണ് എന്നത്? ആ, വിലയാടാ.
195 അങ്ങ് 200 കണ്ട. ആ 185 കണ്ട. ഇവിടെ ഉണ്ടായിരുന്ന കാടും അതുപോലെ ചെറിയ കുളങ്ങളൊക്കെ നികത്തിയിട്ടോ, തോടുകൾ അതൊക്കെ. അയ്യോ ആകാശം നോക്ക്, ഇരുണ്ട് മൂടിക്കിടക്കുകയാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. പിന്നെ ഇടുക്കിയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇടുക്കിയിലും ആലപ്പുഴയൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇവിടെ പിന്നെ ചെറുതായിട്ട് പെയ്ത് പോയതേ ഉള്ളൂ. പക്ഷേ നല്ല ഇടിയായിരുന്നു. ഇന്നലെയൊക്കെ ഭയങ്കര ഇടിമിന്നലായിരുന്നു കേട്ടോ, പേടിയാവുമായിരുന്നു. ആ നേരത്ത് ഞാനും അമ്മയും അച്ഛനും ശ്രീകുട്ടനൊക്കെ കോരാനിറങ്ങിയായിരുന്നു മീന്. അത് അമ്മയുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും പേടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഇനിയിപ്പം കറിയൊക്കെ വെക്കാൻ കൂടണം. കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. ഇനി കുറച്ച് നാളത്തേക്ക് കൊല്ലത്തുണ്ടാവും. അപ്പം കുറച്ച് കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ ഇടാം. പിന്നെ ചേട്ടയുടെ അമ്മയുടെയൊക്കെ ചാനൽ, ലിജുമോളുടെയൊക്കെ ചാനൽ നമ്മൾ ഉണ്ടാവും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇത്ര നാളും തന്ന സ്നേഹവും സഹകരണവും സപ്പോർട്ടും എല്ലാം മുന്നോട്ട് വേണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.